ആദ്യഘട്ട വോട്ടെടുപ്പ് ഏപ്രിൽ 19-നും അവസാനഘട്ട വോട്ടെടുപ്പ് ജൂൺ 1-നുമാണ് ഇപ്പോൾ നടന്നത്. ഇന്ന് ഈ രണ്ട് തീയതികൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വളരെയേറെ പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാകും. പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ഇന്ത്യ സഖ്യം ഈ രണ്ടു തീയതികളിലാണ് ഭരണകക്ഷിയായ NDAയെ കീഴടക്കിയത്. ആദ്യഘട്ടത്തിലും അവസാനഘട്ടത്തിലും 158 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ഇതിൽ ഇന്ത്യ ബ്ലോക്ക് 98 സീറ്റുകൾ നേടി. ആകെ 234 സീറ്റുകളിലാണ് ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പിൽ നേടിയത്. അതിൽ 98 സീറ്റുകൾ, അതായത് 42% സീറ്റുകളിൽ ഈ രണ്ട് തീയതികളിലുമായിട്ടാണ് നേടിയത്. ഏപ്രിൽ 19-ന് 102 സീറ്റുകളിലേക്കാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത്. മണിപ്പൂരിൽ 2 സീറ്റുകളിൽ ഒന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക് മാറ്റിവെക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ 101 സീറ്റുകളിൽ മാത്രമാണ് വോട്ടെടുപ്പ് പൂർത്തിയാക്കിയത്. ഈ 101 സീറ്റുകളിൽ NDA 33 സീറ്റുകളും ഇന്ത്യ ബ്ലോക്ക് 64 സീറ്റുകളും നേടി. ജൂൺ 1-നാണ് 7ാം ഘട്ടം എന്ന അവസാനഘട്ട വോട്ടെടുപ്പ് നടന്നത്. അവസാനഘട്ടത്തിൽ 57 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടന്നത്. ഈ ഘട്ടത്തിൽ NDA 20 സീറ്റുകളും ഇന്ത്യ ബ്ലോക്ക് 34 സീറ്റുകളുമാണ് നേടിയത്.